ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ഒരു ഇൻട്രോ പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഏതാ? കൺസൈൻമെൻ്റാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച്, കൺസൈൻമെൻറ്റ്, ജോയിൻറ്റ് വെഞ്ചർ, ഇതിനൊക്കെ കളക്റ്റീവ്ലി നമ്മൾ പറയുന്നതാണ് സ്പെഷ്യൽ ട്രാൻസാക്ഷൻ. എന്താ പറയുക? സ്പെഷ്യൽ ട്രാൻസാക്ഷൻസ്. ഓക്കെ. ജോയിൻറ്റ് വെഞ്ചർ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഷോർട്ട് ഡ്യൂറേഷനിൽ നടത്തുന്ന ബിസിനസ്സാണ്. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ദീപാവലി സീസൺ വന്നു. അപ്പോൾ ഞാനും അമ്മലും കൂടെ എന്ത് വന്നു, എന്ത് വെച്ചോടാ ദീപാവലിക്കാണത്തെ പടക്കം. അപ്പോൾ അത് ഒരു സീസണാണ്, മേ ബി ഒരു 20 days അല്ലെങ്കിൽ 1 month അല്ലേ. ദീപാവലി അന്ന് മാത്രമാവില്ലല്ലോ, കുറച്ച് മുന്നേ ശേഷമൊക്കെ പൊട്ടിക്കുമല്ലോ. വിഷു, ഇതിനൊക്കെ എന്ത് ചെയ്യും, ഇത് സംഭവിക്കാം. ഓക്കെ. അപ്പോൾ ആ ഷോർട്ട് ഡ്യൂറേഷന് വേണ്ടിയിട്ട് എടുക്കുന്ന ബിസിനസ് സ്ഥാപനമാണ് എന്ത്? ജോയിൻറ്റ് വെഞ്ചർ. അപ്പോൾ എത്ര, ഒരു മാസം ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ഈ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഇല്ലേ, അത് ഏതിന് അപ്ലിക്കബിൾ അല്ല? ജോയിൻറ്റ് വെഞ്ചറിന് അപ്ലിക്കബിൾ അല്ല. ഒരു MCQ ഒക്കെ ചോദിക്കാറുണ്ട്. ജോയിൻറ്റ് വെഞ്ചറിന് എന്ത് അപ്ലിക്കബിൾ അല്ല? ഗോയിങ് കൺസേൺ. ഗോയിങ് കൺസേൺ പറയുമ്പോൾ ബിസിനസ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം എന്നാണല്ലോ. ഇതല്ല, അതെന്താണ്? നേരെ ഓപ്പോസിറ്റ്. ഷോർട്ട് ഡ്യൂറേഷൻ അത് ഒരു മാസം തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ 2 വർഷം ആവാം. മനസ്സിലായില്ലേ എക്സാമ്പിൾ? അപ്പോൾ ഇതിൽ 2 പേരുണ്ടാവും. ഞാനുണ്ട്, പിന്നെ ആരുണ്ട്? അമലുണ്ട്. ഞങ്ങളെ വിളിക്കുന്ന പേര് പാർട്ട്നേഴ്സ് അല്ലേ, പാർട്ട്ണർഷിപ്പിൽ വിളിക്കുക. അപ്പോൾ പാർട്ട്ണർഷിപ്പ് പോലെ ഒരു സാധനമാണോ ഇത്? അല്ല. പാർട്ട്ണർഷിപ്പിന് എന്ത് അപ്ലിക്കബിളാണ്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് അപ്ലിക്കബിളാണ്. ഇത് മറ്റൊരു വ്യത്യസ്തമായ രീതി ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകളെ വിളിക്കുന്നത് കോ വെഞ്ചേഴ്സ് എന്നാണ്. എന്താ വിളിക്കുക? കോ വെഞ്ചേഴ്സ്. ഇപ്പോൾ ഷാക്കിർ ഒരു കോ വെഞ്ചറാണ്, അമ്മലെന്താണ്? മറ്റൊരു കോ വെഞ്ചറാണ്. 2 പേരും ക്യാപിറ്റൽ കൊണ്ടുവരും അല്ലേ, എന്നിട്ട് സാധനങ്ങൾ മേടിച്ച് വിറ്റ് പ്രോഫിറ്റ് 2 പേരും ഷെയർ, ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണുന്നൊരു പരിപാടിയാണ് എന്ത്? സ്ഥലങ്ങൾ മേടിച്ച് വിൽക്കുക. ഒരു 5 പേര് എന്ത് ചെയ്യാണ്? ഓരോ ആളുകളും 5 ലക്ഷം രൂപ എടുത്തു. അപ്പോൾ 25, വലിയ എമൗണ്ട് ആയില്ലേ. 25 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യണം? ഒരു 10-30 സെൻറ്റ് എന്ത് ചെയ്യാം? മേടിക്കാം, സ്ഥലം മേടിക്കാം. എന്നിട്ട് അത് മറിച്ച് എന്ത് ചെയ്യുക? വിൽക്കുക. ഇതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ബിസിനസ് എന്ന് വിളിക്കാം. ഇനി ചിലപ്പോൾ വല്ല കൺസ്ട്രക്ഷൻ കമ്പനികളില്ലേ, അവർ 2 കൺസ്ട്രക്ഷൻ കമ്പനിയും കൂടെ ഒരുമിക്കും. 2 കൺസ്ട്രക്ഷൻ കമ്പനി കൂടെ എന്ത് ചെയ്യും? ഒരുമിച്ചിട്ട് എന്ത് ചെയ്യും? ചില വർക്കുകളൊക്കെ ചെയ്യും. അത്തരം എക്സാമ്പിളാണ്. അപ്പോൾ ഇത് വളരെയധികം നടക്കുന്ന പ്രാക്ടിക്കലുള്ളൊരു ഐറ്റം കൂടെയാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്കിതിൻ്റെ കുറച്ച് തിയറി നോക്കാം, മീനിങ് നോക്കാം. ജോയിൻറ്റ് വെഞ്ചർ എന്താ? ജോയിൻറ്റ് വെഞ്ചർ റെഫേഴ്സ് ടു ആൻ എഗ്രിമെൻറ്റ് വേർ ബൈ 2 or more person undertake a specific activity, a particular venture. എക്സാമ്പിൾ എന്താ? കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ സെയിൽ ഓഫ് ക്രാക്കേഴ്സ്. എന്താ ക്രാക്കേഴ്സ്? പടക്കം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ഡ്യൂറിങ് ദ ദീപാവലി സീസൺ. ആൻഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദി എഗ്രീഡ് റേഷ്യോ. അപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്ങോ അല്ലെങ്കിൽ എന്താ സെയിൽ ഓഫ് ക്രാക്കേഴ്സോ ഒക്കെ ആവാം. അങ്ങനെയുള്ള പൂരം സീസൺ വന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യും? 6 നമ്പർ അല്ലേ, ജിലേബി, ഇങ്ങനത്തെ സാധനത്തിലൊക്കെ അതേപോലെയുള്ളൊരു സാധനം. എന്നിട്ട് ഇതിൻ്റെ പ്രോഫിറ്റ് അവർ 2 പേരും എന്ത് ചെയ്യും? എഗ്രീഡ് റേഷ്യോയിൽ വീതിച്ചിടും. അടുത്ത പോയിന്റ് എന്താ? ജോയിൻറ്റ് വെഞ്ചർ ഞാൻ പറഞ്ഞൊരു ഷോർട്ട് ഡ്യൂറേഷനാണ്. ടെമ്പററി ഷോർട്ട് ടേം എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more person ഫോർ എ ലിമിറ്റഡ് സ്പെസിഫിക് പർപ്പസ് വിത്തൗട്ട് ദ യൂസ് ഓഫ് ദ ഫേം നെയിം. ഇവിടെ ഫേമിൻ്റെ പേരൊന്നും എന്തില്ല, ആവശ്യമില്ല. അവരുടെ ആ പർപ്പസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ അവസാനിച്ചു. ഓക്കെ അല്ലേ? ഷോർട്ട് ഡ്യൂറേഷൻ. ഇങ്ങനെയുള്ള ഇതിലേർപ്പെട്ട ആളുകൾ നമ്മൾ എന്തെന്നാണ് വിളിക്കുക? കോ വെഞ്ചേഴ്സ്. അടുത്താണ് പോയിന്റ് നമ്പർ 3. ദ പേഴ്സൺ ക്യാരി ഔട്ട് ദ വെഞ്ചർ ആർ കോൾഡ് കോ വെഞ്ചേഴ്സ്. ഇനി ഇതിൻ്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ? Co-ventures join together
ടു എക്സിക്യൂട്ട് എ സ്പെസിഫിക് ആക്ടിവിറ്റി ഓർ എ പെർട്ടിക്കുലർ പർപ്പസ്. അപ്പോൾ ഒരു പർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്യുന്നതാണ്, അഥവാ അവരെയാണ് കോ-വെഞ്ചേഴ്സ് എന്ന് വിളിക്കുക. കോ-വെഞ്ചേഴ്സ് ഷെയറും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് വെഞ്ചർ അറ്റ് എഗ്രീഡ് റേഷ്യോ. ഒരു റേഷ്യോ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, ആ റേഷ്യോയിലാണ് അവരുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുക എന്നാണ്. ഇഫ് ദർ ഈസ് നോ എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ, നമുക്കറിയാം പാർട്ട്ണർഷിപ്പിൽ എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് ഏത് റേഷ്യോയിലായിരിക്കും? ഈക്വലി. അതേപോലെ തന്നെയാണ് ഇവിടെ. ഓക്കെ, അടുത്ത പോയിന്റ്, കോ-വെഞ്ചേഴ്സ് കോൺട്രിബ്യൂട്ട് ഫണ്ട്. സ്വാഭാവികം ഫണ്ട് വേണ്ടേ. ഇപ്പോൾ ഞാനും അമലും എന്ത് ചെയ്യണം? പടക്കം മേടിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഒരു 50,000 അവനും ഒരു 50,000 ഞാനും എടുത്തു. ഓർ സപ്ലൈ സ്റ്റോക്ക്, അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാൻ 50,000 കൊണ്ടുവന്നു. ഓക്കെ, അമൽ പറഞ്ഞ് ഞാൻ 50,000 കൊണ്ടുവരുന്നില്ല, ഞാൻ പകരം എന്ത് ചെയ്യാം, എനിക്ക് ഓൾറെഡി പടക്ക കച്ചവടം ഉണ്ട്, അപ്പോൾ അതിൽ നിന്ന് പടക്കം ഞാൻ എന്ത് ചെയ്യുക, ഒരു 50,000 രൂപയുടെ പടക്കം ഞാൻ കൊണ്ടുവരാം. എന്തായാലും കുഴപ്പമില്ലല്ലോ അല്ലേ? ക്യാഷായിട്ട് കൊണ്ടുവരാണെങ്കിൽ എൻട്രി എന്താ പറയുക, ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ. അക്കൗണ്ട്സിൽ ഇവിടെ അങ്ങനെയല്ല, ജോയിൻ വെഞ്ചറിൽ അതൊന്നല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കും. ഗുഡ്സായിട്ട് കൊണ്ടുവരാണെങ്കിൽ എന്ത് ചെയ്യും, ഗുഡ്സ് അല്ലെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ. അസറ്റായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ക്യാപിറ്റൽ, അസറ്റ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ. ഗുഡ്സ് ഫോർ റണ്ണിങ് ദ വെഞ്ചർ. വൺസ് ആൻ ആക്ടിവിറ്റി ഓർ വെഞ്ചർ ഈസ് കംപ്ലീറ്റഡ്. ദീപാവലി സീസൺ കഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് റിലേഷൻ എമംഗ് ദ കോ-വെഞ്ചേഴ്സ് ഓട്ടോമാറ്റിക്കലി ഗെറ്റ്സ് ടെർമിനേറ്റ്. അപ്പോൾ ഇത് ഏതിനെതിരാണ്? ഗോയിങ് കൺസേൺ എതിരാണ്. ഓക്കെ, ഗോയിങ് കൺസേൺ പറഞ്ഞാൽ എന്താ? അവസാനിക്കില്ല, ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യും. ഹെൻസ് ജോയിൻറ്റ് വെഞ്ചർ ഈസ് റെഫേർഡ് എ സ്പെഷ്യൽ പർപ്പസ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ന് സ്പെഷ്യൽ പർപ്പസ് പാർട്ട്ണർഷിപ്പ്. ഇതിനടുത്ത് ജോയിൻറ്റ് വെഞ്ചർ ഈസ് ജനറലി ഷോർട്ട് ഡ്യൂറേഷൻ ആൻഡ് ഹാസ് ഡെഫിനിറ്റ് ലൈഫ്. മറ്റേ ഇൻഡെഫിനിറ്റ് ആണ് സാധാരണ ബിസിനസ്, ഇൻഡെഫിനിറ്റ് ആണ്, അതാണ് ഗോയിങ് കൺസേൺ. ഗോയിങ് കൺസേൺ അസംഷൻ ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് ഫോർ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. ഓക്കെ അല്ലേ? കൺസൈൻമെൻറ്റിന് ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടാവും, പക്ഷേ തെറ്റിപ്പോയി. കൺസൈൻമെൻറ്റിന് ഗോയിങ് കൺസേൺ ഉണ്ടാവും. ഓക്കെ, പറഞ്ഞത് തെറ്റിപ്പോയി. ജോയിൻറ്റ് വെഞ്ചറിന് എന്തില്ല? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഇല്ല. ദ ക്വസ്റ്റ്യൻ ഓഫ് ക്യാപിറ്റൽ റവന്യൂ ഡിസ്റ്റിങ്ഷൻ നോട്ട് എറൈസിങ് ഇൻ ജോയിൻറ്റ് വെഞ്ചർ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇവിടെ ക്യാപിറ്റൽ അഥവാ അസറ്റ് അല്ലെങ്കിൽ എക്സ്പെൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇവിടെ ഇല്ല. ഓൾ ഫിക്സ്ഡ് അസറ്റ് യൂസ്ഡ് ഓൺ വെഞ്ചർ ആർ ചാർജ്ഡ് ടു കോസ്റ്റ്. ഒരു മിഷനറി മേടിച്ചാലും എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക? എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. നോട്ട് ദ പോയിന്റ്. ഒരു മിഷനറി മേടിച്ചാലും എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക? എക്സ്പെൻസ്. അപ്പോൾ അടുത്ത ചോദ്യം, എന്താ സാർ അങ്ങനെ? വേറെ കാര്യം, ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, മിഷനറി മേടിച്ച എക്സ്പെൻസാണ്, മിഷനറി വിറ്റ എന്താവും? ഇൻകം. അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? സാധാരണ മിഷനറി മേടിച്ച എൻട്രി എന്താ? മിഷനറി അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഇവിടെ അതെന്താണ്? എക്സ്പെൻസ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. അത് വിറ്റ എൻട്രി എന്താ? മിഷനറി ആണെങ്കിൽ സാധാരണ ക്യാഷ് അക്കൗണ്ട് അപ് ടു മിഷനറി, ഇവിടെ എന്താ? ക്യാഷ് അക്കൗണ്ട് അപ് ടു ഇൻകം. പ്രശ്നം തീർന്നില്ല. മേടിക്കുമ്പോൾ എക്സ്പെൻസ് ആവണമെങ്കിൽ വിറ്റ എന്താ? ഇൻകം ആക്കിയാൽ മതി. അപ്പോൾ ആ പ്രശ്നം അവിടെ തീരും. ദിസ് ഡിസ്പോസൽ വാല്യൂ ഉണ്ടാവും, റിവൈസ്ഡ് വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് ദ വെഞ്ചർ ഈസ് റിഗാർഡ് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഡിസ്പോസൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അസറ്റ് വിൽക്കുക. അസറ്റ് വിൽക്കുമ്പോൾ അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി? റവന്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ പറയാണ്, സമ്മപ്പ് ചെയ്യാണ് പോയിന്റുകൾ. ഒന്നെന്താണ്? സ്പെഷ്യൽ പർപ്പസാണ്. എഗ്രീഡ് റേഷ്യോയിലാണ് റേഷ്യോ ഉണ്ടാവുക. എഗ്രീഡ് റേഷ്യോ ഇല്ലെങ്കിൽ ഈക്വലിയാണ്. കോ-വെഞ്ചേഴ്സ് ഫണ്ട് കൊണ്ടുവരും, കുഴപ്പമില്ല. സ്പെഷ്യൽ പർപ്പസ് പാർട്ട്ണർഷിപ്പ് എന്നതിനെ പറയാറുണ്ട്. ഷോർട്ട് ഡ്യൂറേഷൻ, ഡെഫിനിറ്റ് ലൈഫാണ്. ഗോയിങ് കൺസേൺ ഇതിന് അപ്ലിക്കബിൾ അല്ല. ക്യാപിറ്റൽ റവന്യൂ എന്ന ഒരു വേർതിരിവ് ഇവിടെ വേണ്ട. എല്ലാ അസറ്റുകളും നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും അസറ്റ് മേടിച്ചാൽ. ഓക്കെ.